ഇപ്പോൾ പല സ്റ്റുഡൻസിനും ഒരു മിസ്റ്റേക്ക് വരുന്നത് അപ്ലൈ ചെയ്യാൻ ലേറ്റ് ആയി എന്നുള്ളതാണ്. അപ്ലൈ ചെയ്യാൻ ലേറ്റ് ആയതുകൊണ്ട് മാത്രം ഇൻടേക്ക് മിസ്സാവുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അയർലൻഡിലേക്ക് പോകാൻ ഒരു ഇൻടേക്കിൽ പോകണമെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് എപ്പോൾ തൊട്ടാണ് ഈ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഓക്കെ, സ്റ്റുഡൻസിന് എത്രയും നേരത്തെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അത്രയും നല്ലതാണ്. കാരണം ആപ്ലിക്കേഷൻ മൂവ് ചെയ്ത് വിത്തിൻ ഒരു 4 weeks ഒക്കെ എടുക്കും സ്റ്റുഡൻസിന് ഓഫർ കിട്ടും, ഡിപ്പെൻസ് ഓൺ ദി യൂണിവേഴ്സിറ്റി. അപ്പം ഓഫർ കിട്ടിയതിന് ശേഷം മാത്രമാണ് ഇവർക്ക് വിസയുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അവരുടെ ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സ്, ജനറൽ ഡോക്യുമെൻറ്റ്സ്, അക്കാഡമിക് ഡോക്യുമെൻറ്റ്സ് എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതിൽ ITR ഫയൽ ചെയ്യാത്ത സ്റ്റുഡൻസ് ഉണ്ടാവും, അസറ്റ് വാല്യുവേഷൻ ചെയ്യാത്ത സ്റ്റുഡൻസ് ഉണ്ടാവും. സോ അത് അഫിഡവിറ്റ്, പിന്നെ TCC, ഇങ്ങനത്തെ കുറച്ച് പ്രൊസീജിയേഴ്സ് നമുക്ക് വിസയ്ക്ക് വെക്കുന്നതിന് മുൻപായിട്ട് ചെയ്യണം. പിന്നെ സ്റ്റുഡൻസിന് IELTS ഡൂയിലിംഗും ഇല്ലാത്ത സ്റ്റുഡൻസിന് അത് ക്ലിയർ ചെയ്യണം. സോ എത്രയും നേരത്തെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നോ അത്രയും നേരത്തെ തന്നെ അവർക്ക് ഓഫർ എടുക്കാം. ഓഫർ കിട്ടിക്കഴിഞ്ഞ് ഡെപ്പോസിറ്റ് ചെയ്യാം. ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം ഏർലിയസ്റ്റ് അവർക്ക് വിസയ്ക്ക് മൂവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഒരു ഫോർ എക്സാമ്പിൾ ഇൻടേക്കിലേക്കാണെങ്കിൽ ബൈ ഒരു ഒക്ടോബർ ഒക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് വിസയ്ക്ക് വെച്ചിട്ട് ഡിസിഷൻ നേരത്തെ അറിയുവാണെങ്കിൽ അവർക്ക് അവിടെ ചെന്നിട്ടാണെങ്കിലും ലൈക്ക് അക്കോമഡേഷൻ്റെ കാര്യത്തിലായാലും ടിക്കറ്റിനാണെങ്കിലും റേറ്റ് കുറവുണ്ടാവും. സോ എത്രയും നേരത്തെ അവർക്ക് വിസ കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും.